ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ 71ാമത്തെ ദിവസം 15ാമത്തെ എവിക്ഷൻ. ബിന്നി, വെൽക്കം ടു ലൈൻ കട്ട്. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? അതൊരു എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? അതൊരു പറഞ്ഞു കൊടുക്കണേ. ബിന്നി ഇന്ന് എവിക്റ്റ് ആവുന്നു ബിന്നി വിചാരിച്ചിരുന്നു? ആരോടൊക്കെയോ പറയുന്നത് വൈ? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. മറുപടി ഉടനെ വേണം. നമ്മളെക്കാട്ടിലും പെർഫോമൻസ് വൈസ് കുറച്ച് ബാക്കായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ട്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, കുത്തിത്തിരിപ്പ് എന്നുള്ള ഒരു പേര് കിട്ടിയല്ലോ, ആ ഒരു ടാഗാണ് ബിന്നിയെ പുറത്താക്കിയെന്ന് തോന്നുന്നുണ്ടോ? അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പുറത്തുനിന്ന് വന്ന ഗസ്റ്റുകളായാലും അത് ഇടയ്ക്കിട്ട് എന്നെ ഒന്ന് കുത്തിയായിരുന്നു. അത് ഇട്ടിട്ട് എല്ലാരും കുത്തുന്നുണ്ട്, ചകപക കുത്തുന്നുണ്ട്. പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാലുള്ള തൂത്താ പോവില്ല. അതൊരു ഫണ്ണായിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചൊരു കാര്യം ഇവരങ്ങ് ഏറ്റെടുത്ത് ഞാൻ കുത്തിത്തിരിപ്പാണ് ശരിക്കും ഇവിടെ ചെയ്യുന്ന അങ്ങ് സ്ഥാപിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഹൈയസ്റ്റ് കുത്തിത്തിരിപ്പാര്? ഹയസ്റ്റ് കുത്തിത്തിരിപ്പ് ഐ തിങ്ക് ഷാനവാസ് ആൻഡ് അക്ബർ. ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി, പിന്നെ ഞാനും. ക്യൂട്ട്നെസ് വാരി വിതറി അങ്ങനെ വാരി വിതറുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അനുമോള് തന്നെയാണ്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ആയി വന്നതിന് ശേഷം പറഞ്ഞു, അയ്യോ ഷാനവാസിന്റെ അടുത്ത് എന്തോ പറയാനുണ്ടായിരുന്നു, അതെന്റെ ഇറങ്ങുമ്പോൾ ഇമോഷണൽ പറയാൻ പറ്റും. എന്തായിരുന്നു? ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നു. നന്നായി. ഒന്നുമല്ല, ആദില നൂറേനെ പെങ്ങളായിട്ട് കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ഒക്കെ ഓക്കെ. അതാ നിന്റെ വിഷമം. പക്ഷെ ഇതുവരെ ഷാനവാസിക്കയുടെ ഒരു സ്റ്റാൻഡ് അവരുടെ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയൽ ഫേസ് വരുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ ഉണ്ടായിരുന്ന ഒരു കാര്യം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.